ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മലയാറ്റൂർ അടിവാരം. ഈ കാണുന്ന നക്ഷത്ര കവാടം, ഈ നക്ഷത്ര കവാടം അവിടെ കാണുന്നത്, ഇത് കാണുന്ന നക്ഷത്ര തടാകം. അടിപൊളി സീന്. മലയാറ്റൂർ അടിവാരം. ഇനി ചുറ്റുഭാഗം ഒരു വലിയൊരു തടാകം പോലെ കെട്ടിയിട്ടിട്ടുണ്ട്. ഇന്നും വെള്ളം കൃഷി ആവശ്യത്തിനൊക്കെ ഇടും. രാത്രി കണ്ട, രാത്രി എടുത്ത വൈബ് എന്ന് പറഞ്ഞാൽ അടിപൊളി വൈബാണ്. അങ്ങ് മുകളിൽ ലൈറ്റ് കാണുന്നില്ല, അതാണ് മലയാറ്റൂർ പള്ളിയിലേക്ക് നമ്മൾ തീർത്ഥയാത്ര ഇങ്ങനെ പോകും. മലകയറ്റം ആ പള്ളിയാണ്. നാളെ എനിക്ക് അവിടെ പോകണം. പോയിട്ട് അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ എടുത്തിടുന്നതാണ്. എന്തായാലും രാത്രി അടിപൊളി. ഈ അടിവാരം ഒരു പ്രത്യേക പ്ലേസ് തന്നെയാണ്. കാണാൻ നല്ലൊരു അടിപൊളി പ്ലേസ്. ഒരു പ്രാവശ്യമെങ്കിലും അടിവാരത്ത് വരണം, മലയാറ്റൂർ അടിവാരത്ത് വരണം. നാളെ പള്ളിയിൽ പോവും. അങ്ങനെ ഇതാ രാവിലെ ഉണ്ടാവും. എന്തൊരു ഭംഗി, രാവിലെയാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ എല്ലാ തടാകങ്ങളും നല്ലതായിട്ട് കാണുന്നു. തടാകത്തിൻ്റെ സൈഡിലൂടെ റോഡിലൂടെ ഇങ്ങനെ പോയി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴത്തേക്ക് അവിടെ ഒരു ഗ്രൗണ്ടും ഉണ്ട്. പിന്നെ ആൾക്കാരൊക്കെ നടക്കുന്നു, രാവിലെ ഓടുന്നു, നടക്കുന്നു. ഇതിനപ്പുറത്തായിട്ടൊരു പാർക്കുണ്ട്. നമുക്ക് ആ പാർക്കിൻ്റെ അടുത്തോട്ട് പോവാം. പാർക്ക് കുട്ടിയെ കളിക്കാൻ ചിൽഡ്രൻസ് പാർക്ക് കണ്ട, ചിൽഡ്രൻസ് പാർക്ക് അവിടെയുണ്ട്. അവിടെ കുട്ടിയെ കളിക്കാനുള്ള ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ അവിടെ നിന്ന് നമ്മളിങ്ങനെ നോക്കി കഴിയുമ്പോൾ അങ്ങ് മുകളിലായിട്ട് മല കാണാം. ആ മലയാണ് കയറാനുള്ളത്. എന്തായാലും നാളെ ഞാൻ പോയൊരു വീഡിയോ ഒക്കെ എടുത്തിടും. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, അഭയാരണ്യം ഇക്കോ ടൂറിസം കപ്രിക്കാട്. ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ഉണ്ടേ. പോയാൽ അവിടെ കാണാം. ഇതിന് വിറ്റാതെ നമ്മളിങ്ങനെ ഓട്ടോയിൽ ഇങ്ങനെ കറങ്ങി തടാകത്തിന് വിറ്റാതെ കറങ്ങി വരെയും. അപ്പോൾ തടാകവും ആ മലയും എല്ലാവരും അടിപൊളി വൈബിന് പ്രത്യേക കാണാനുള്ള ഒരു അടിപൊളി. ഓട്ടോയിൽ ഇങ്ങനെ ഫുള്ള് കറങ്ങി നമ്മൾ വരുന്നു. ഇവിടെ ബോട്ടിങ് നടത്താനുള്ള പ്ലേസൊക്കെ ഉണ്ട്. പക്ഷേ ബോട്ടിംഗ് ഒന്നുമില്ല. ബോട്ടിംഗ് ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. നേരത്തേക്ക് ബോട്ടിംഗ് ഉണ്ടായിരുന്നെന്ന് ഇവിടുത്തെ ആൾക്കാർ പറയുന്നു. അപ്പോൾ ഇവിടെ നിന്ന് ആണിനി മുകളിൽ നമുക്ക് തീർത്ഥാടനത്തിന് പോകാനുള്ളത്. ഇവിടെ ഇങ്ങനെ കറങ്ങി ഈ ജംഗ്ഷൻ കഴിഞ്ഞ സ്ഥലം ഫ്രണ്ടിലോട്ട് വരപ്പോൾ ഒരു കടയുണ്ട്, മായാപീടിക. അടിപൊളി ഫുഡ് കിട്ടും, റീസണബിൾ റേറ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. പുട്ടും കടലയും ദോശയും കഞ്ഞിയും എല്ലാം ഉണ്ട്. മായാപീടിക ചേച്ചിയുടെ കടയിൽ നിങ്ങൾ ഇവിടുന്ന് വരണമെങ്കിൽ വാങ്ങിച്ച് കഴിക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ.